ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നെതറിലോട്ടൊരു വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ മെലൺ ഫാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കാണിച്ചത്. പിന്നെ നമ്മുടെ പംകിൻ ഫാം. മെലൺ ഫാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞ എപ്പിസോഡിൽ. അത് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ കുറച്ച് സ്ലാബ് എടുത്ത് ഈ പ്ലാന്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, അതിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്തോട്ട് ഞാനൊരു പംകിൻ ഫാമും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ പംകിൻ ഫാം. ഇതായിരിക്കുന്നത്. കുറച്ച് നേരം ആയതേ ഉള്ളൂ ഉണ്ടാക്കിയിട്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ ഇവിടുത്തെ കേവിലൊന്ന് കുറച്ച് മൈനിങ്ങിന് പോയായിരുന്നു. അപ്പം ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി, ഞാൻ കാണിച്ചു തരാം. വീട്ടിലോട്ട് പോട്ടെ. പിന്നെ വേറൊരു വിഷമമുള്ളൊരു കാര്യമുണ്ട്. ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ എൻ്റെ പട്ടിയെ കൊണ്ടുപോയായിരുന്നു. ഒരു സ്കെൽട്ടൻ എൻ്റെ പട്ടിയെ കൊന്നു. അപ്പോഴത്തേക്കും ഞാൻ സ്കെൽട്ടനെ ഞാനും കൊന്നു. പിന്നെ ഞാൻ കിട്ടിയ കാര്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഇത്ര അയൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 4 ഡയമണ്ട് കൂടെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിന്ന് 3 എടുത്തൊരു പിക്കാക്സും കൂടെ ഉണ്ടാക്കണം. ഉണ്ടാക്കണം. എടുക്കട്ടെ. നമ്മുടെ അപ്പോൾ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി താഴെ പോയി ഒരു ഒബ്സിഡിയൻ എടുക്കണം. അവിടെ ലാവ പൂളുണ്ട്, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒബ്സിഡിയൻ എടുക്കാം. പിന്നെ ഞാൻ ഒരു ബോ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രാഫ്റ്റ് ചെയ്തതല്ല, സ്കെൽട്ടനെ കൊന്നപ്പോൾ 2-3 വരെ ഇന്ന് കിട്ടി ബോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കൂടിച്ചേർത്ത് ഒരു നല്ല ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ബക്കറ്റും കൂടെ എടുത്തുകൊണ്ട് പോകും. ബക്കറ്റ് അവിടെ ഇരിക്കുന്നത് വേറൊരു സ്ഥലത്ത്. ഞാൻ പോയി ബക്കറ്റ് എടുക്കാം ഗൈസ്. ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളവും കൂടെ എടുത്തുകൊണ്ട് പോകാം താഴെ മൈനിങ് ഏരിയയിലോട്ട്. ഞാൻ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അയ്യോ, അത് കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. പോട്ടെ താഴോട്ടെ ഗൈസ്. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടറിയാം, ഞാൻ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറച്ച് ഡയമണ്ടൊക്കെ എനിക്ക് കിട്ടി. കുറച്ചെല്ലാം ഞാൻ കുറേ നേരം ഇത് മൈനിങ്ങിനൊക്കെ പോയി. കുറച്ച് കിട്ടി ഡയമണ്ട് എടുത്ത് പോട്ടെ പൈസ. അപ്പോൾ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നിങ്ങളെവിടെ കാണിച്ചോണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്ന വിചാരിച്ചു, അതാ ഞാൻ മൈൻഡ് ചെയ്യാത്ത. അപ്പോഴത്തന്നെ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഇപ്പുറത്ത് കുഴിച്ചപ്പോൾ കിട്ടിയതാ. നമുക്ക് ലാസ്റ്റ് എത്രണ്ണം കിട്ടിയെന്ന് നോക്കാം. ഫുള്ള് ഡയമണ്ട് ആർമറും ടൂൾസ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് നോക്കാം. പെട്ടെന്ന് നോക്കിയോ. നമുക്കിന്ന് നെതറിലൊക്കെ കയറാനുള്ള ഇവിടെ 4 ഉണ്ട്. അങ്ങോട്ടും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ. ഉണ്ട്. നേരെ അതായിരിക്കും. ഈ സൈഡ് ഇത്രേ ഉള്ളൂ. നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഗൈസ് അടുത്ത് ഇവിടെ ഉണ്ട്. ഇത് പൊട്ടിച്ചെടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ലാവ പോളുള്ളത്. അപ്പോൾ ഞാൻ മുകളിലോട്ട് മൈൻ ചെയ്തപ്പോൾ ഇവിടെ നിന്നും കുറച്ച് ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഒബ്സിഡിയൻ മൈൻ ചെയ്തിട്ട് അത് എടുക്കാം, അല്ലെങ്കിൽ അത് ലാവേ പോവും. ഇവിടെ നിന്ന് മൈൻ ചെയ്യാം. മൈൻ ചെയ്യട്ടെ. നമുക്ക് 10 ഒബ്സിഡിയൻ വേണം. 10 അപ്പോൾ മൈൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാദ്യം മൈൻ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒബ്സിഡിയൻ ആയിട്ടുണ്ട്. നമുക്കിനി മുകളിൽ പോയിട്ട് അവിടെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം പോർട്ടൽ. അതിന് മുന്നേ നമ്മുടെ ഡയമണ്ടും എല്ലാം കൊണ്ട് വച്ചിട്ട് നമുക്ക് വരാം.
നമുക്ക് എത്ര ഡയമണ്ട് കിട്ടിയെന്ന് കൂടെ നോക്കാം. നമുക്ക് 24 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 24 പിന്നെ നമ്മുടെ ചെസ്റ്റിൽ 3 ഉണ്ടായിരുന്നു. അപ്പോൾ 27 ഡയമണ്ട് നമുക്ക് മൊത്തത്തിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം വച്ചിട്ട് പോകാം. കൊണ്ടുപോയാൽ ശരിയാവൂല. ഈ പിക്കാക്സ് ഉണ്ടാകും, കുഴപ്പമില്ല. കുറച്ച് ഡേർട്ടും കൂടെ കൊണ്ടുപോകാം. നമുക്കിനി ബോട്ട് സെറ്റ് ചെയ്യാം. താഴത്തേക്ക് തന്നെ നല്ലത്. ഇങ്ങോട്ട് മതിയല്ലോ ബോട്ടിൽ, ഇങ്ങോട്ട് മതി. നമുക്കിനി തെറ്റാതെ പോർട്ടലുണ്ടാക്കാം. 1 2 3 3 വേറെ തന്നെ അല്ല, തെറ്റിയില്ല, ഞാൻ തെറ്റി. അങ്ങനെ പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലിഞ്ച് ഉണ്ടായിക്കൊണ്ടുവരാം. അയ്യോ, ഹങ്കർ നല്ല കുറഞ്ഞിരിക്കുന്നു. ഞാൻ ആഹാരം കഴിച്ചില്ല. ആഹാരം കഴിച്ച് നമുക്കൊരു ഫ്ലിഞ്ച് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് തരാം. ഇതിൻ്റെ അതിനകത്ത് കാണുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ അവിടെ പോയി. ഏതിൽ കൊണ്ടുവച്ചാന്തോ നോക്കി കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഫ്ലിഞ്ച് സ്റ്റീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫുഡും വയ്ക്കാം. നമ്മുടെ ആർമർ ഊരിയിട്ടില്ല, ആർമറും കൂടെ ഊരി വയ്ക്കാം. ഊരട്ടെ. നമുക്ക് എല്ലാം അഴിച്ച് വെച്ചിട്ട് കയറിയാൽ മതി. ഇപ്പോൾ പോയതിനെ മരിച്ചിട്ടേ തിരിച്ചു തരാൻ പറ്റുള്ളൂ, പറയാൻ പറ്റൂല എങ്ങനെയാണ്. അപ്പോൾ ഹോട്ടൽ ലൈറ്റ് ചെയ്യാം. ലൈറ്റായില്ലേ? ലൈറ്റായി, പക്ഷെ ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ബഗ് അടിച്ച പോവാം. ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് നല്ലൊരു സ്ഥലം തന്നെ നമുക്ക് കിട്ടി. ഇത് ഒരു എൻട്രമാൻ നിൽക്കണം, അങ്ങോട്ട് നോക്കണ്ട, വലിയ കുഴപ്പമില്ല. എൻട്രമാനെ ഞാൻ നോക്കിയെന്ന് തോന്നുന്നു ഗൈസ്, പണി കിട്ടുമെന്തോ. അങ്ങോട്ടൊക്കെ മൊത്തം വാർപ്ഡ് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. വേറെ ഒന്നും കാണാനില്ല അങ്ങോട്ട്. അത് ബാസ്റ്റിനാണോ? ഇത് ബസാൾട്ട് ഡെൽറ്റ ആണെന്ന് തോന്നുന്നു. അയ്യോ, അടി. പെട്ടെന്ന് കൊള്ളാൻ ചത്തു. ഇത് പ്രതീക്ഷിച്ചതാ, കുഴപ്പമില്ല. വേൾഡ് അയ്യോ എന്തുവാ, നമ്മൾ വേൾഡ് സ്പോണിലെത്തിയത്, പക്ഷെ നമ്മൾ തിരിച്ചതാ വീണ്ടും കയറി. ഇത് ബെഡ് റോക്ക് എഡിഷൻ ആയതുകൊണ്ടായിരിക്കും. നല്ലതെങ്ങനെയാന്തോ. തിരിച്ച് വീട്ടിലോട്ട് എത്തട്ടെ ഗൈസ്. നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇതെന്തോ ബഗ് അടിച്ചിരിക്കുക ഗൈസ്. ഞാൻ ഒന്ന് 70 കിറ്റ് ചെയ്തിട്ടേ ഒന്നും കൂടെ കയറി നോക്കാം. ഗൈസ് എപ്പോഴും ശരിയായിട്ടില്ല, എന്ത് പറ്റിയെന്തോ. കുഴപ്പമില്ല. നമുക്കിനി ഡയമണ്ട് വെച്ച് നമുക്ക് പറ്റുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അത് ഉണ്ടാക്കട്ടെ. ആദ്യം നമുക്ക് എന്തുവാ, ഇത് നേരത്തെ ഉണ്ടായിരുന്നതാ. നമുക്ക് ആർമറെല്ലാം ഉണ്ടാക്കിയിട്ട് ബാക്കി ടൂൾസ് ഉണ്ടാക്കാം. നമുക്കെല്ലാം ഉണ്ടാക്കി തീർന്നിട്ട് ലാസ്റ്റ് എല്ലാം ഇടാം. നമുക്കപ്പോൾ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഹെൽമെറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്, ഇനി ബാക്കി 3 കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് സോഡ ഉണ്ടാക്കാനുള്ളത് ഉണ്ട്, ഒരു ഷവർ ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ആക്സ് 3 പിന്നെ ഒരു ഹോയും കൂടി ഇരിക്കട്ടെ. അപ്പോൾ
3 അപ്പോൾ 5 ഡയമണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഫുള്ള് ഡയമണ്ട് ആർമറും ടൂൾസും ആകാം. അപ്പോൾ നമുക്കിതെടുത്ത് ഇതിൻ്റെ അകത്തെടുത്ത് വെച്ചേക്കാം. അതിരിക്കട്ടെ, നമ്മുടെ ഡയമണ്ട് പിക്കാക്സും കൂടെ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.